പശ്ചിമേഷ്യയിലെ അശാന്തിയുടെ അഗ്നിപർവ്വതത്തെ ആളിക്കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടത്. ഭീമൻ മിസൈലുകളുടെ പടുകൂറ്റൻ ശേഖരത്തിന്റെ ദൃശ്യങ്ങളാണ് ടെഹ്റാന്റെ പുതുവത്സര ബോംബ്. പുതിയ മിസൈലുകളുടെ പണിപ്പുരയിലാണെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ RGC ആണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ സുരക്ഷാ സേനയുടെ കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയെയും ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദയെയും കാണാം. ഇവർ രണ്ടുപേരും മിസൈലുകൾ ശേഖരിക്കുന്ന ഇടം സന്ദർശിക്കുന്നതും സൈനികരെ അഭിസംബോധന ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഉറങ്ങുന്ന അഗ്നിപർവ്വതമെന്നാണ് മിസൈൽ ശേഖരത്തെ ബ്രിഗേഡിയർ ജനറൽ വിശേഷിപ്പിച്ചത്. ഇസ്രയേലിനെതിരെ ഒക്ടോബറിലും ഏപ്രിലിലും നടന്ന ആക്രമണങ്ങൾക്കായി ഈ ഭൂഗർഭ മിസൈൽ അറ ഉപയോഗിച്ചുവെന്നാണ് ഇറാനിലെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കുപടിഞ്ഞാറൻ നഗരമായ അബാദാനിൽ നടന്ന പരിപാടിയിലാണ് പുതിയ മിസൈലുകൾ വികസിപ്പിക്കുകയാണെന്ന് സലാമി പ്രഖ്യാപിച്ചത്. കൂടുതൽ സൈനിക ഡ്രില്ലുകൾ ഉടൻ ലോകം കാണുമെന്ന് ജനറൽ അലി മുഹമ്മദ് നെയ്നി സൂചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇതെല്ലാം എന്നത് ശ്രദ്ധേയം. മിസൈലുകളുടെ ഭൂഗർഭ ശേഖരത്തെക്കുറിച്ചും നെയ്നി അന്ന് സൂചിപ്പിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടതിൽ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് ഉറപ്പിക്കാം. സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കെ കരുത്തു ചോർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിക്കാനാണ് ഇറാന്റെ ശ്രമമെന്ന് ഭൂരിഭാഗവും വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ട സാഹചര്യത്തിൽ ഇറാന്റെ പിന്തുണയോടെ ലെബനനിലും ഗസയിലും യമനിലും നടന്ന ആക്രമണങ്ങളിലും മേധാവിത്വം നേടാനായില്ല. അതിനേക്കാൾ ഏറെ സിറിയയിലെ ബഷർ അൽ അസദിന്റെ പതനത്തിൽ ഇറാൻ ആശങ്കയിലാണ്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തുവെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നലംഘനം എന്നായിരുന്നു അന്നത്തെ ആക്രമണത്തോട് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. പ്രതിരോധത്തിന് എല്ലാവിധ അർഹതയും ബാധ്യതയും തങ്ങൾക്കുണ്ടെന്നും അന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തൊട്ടുമുമ്പ് ഇത്തരമൊരു വീഡിയോ പുറത്തുവിട്ടതും യാദൃച്ഛികമല്ല. വൈറ്റ് ഹൌസിലെ ആദ്യ ടേമിൽ ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് ശ്രമിച്ചിരുന്നു. പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്നത് മിസൈൽ സംഭരണ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും അവകാശവാദമുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ ആകാശത്തിൽ സമാധാന പ്രാവുകൾ പറക്കാൻ സമയമെടുക്കുമെന്ന് ഉറപ്പ്.